ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ സുബിത. ഐര മീഡിയ മിനിസ്ട്രിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒൻപതാം നൂറ്റാണ്ടിലും 10-ാം നൂറ്റാണ്ടിലും അൾത്താരയിൽ ഉപയോഗിച്ചിരുന്ന വസ്തുക്കളിൽ കുരിശടയാളം രേഖപ്പെടുത്തുമായിരുന്നു. ഇത്തരത്തിൽ ഓസ്തിയിൽ കുരിശടയാളം വച്ചിരുന്നു. ഇങ്ങനെയുള്ള പ്രതീകങ്ങൾ അൾത്താരയിൽ വച്ചിരുന്നത് പുരോഹിതന്റെ വ്യക്തിപരമായ ഭക്തിക്കും ഏകാഗ്രതയ്ക്കും വേണ്ടിയാണ്. എന്നാൽ ഇന്ന് അൾത്താരയിൽ ക്രൂശിത രൂപം വയ്ക്കുന്നത് ബലിയർപ്പണത്തിന്റെ അവബോധം ഉണ്ടാക്കുന്നതിനും ദൈവജനം സജീവമായി ബലിയർപ്പണത്തിൽ പങ്കുചേരുന്നതിനുമാണ്. അൾത്താരയുടെ മധ്യഭാഗത്ത് ജനങ്ങൾക്ക് അഭിമുഖമായി ക്രൂശിത രൂപം വയ്ക്കുന്നത് ജനങ്ങൾക്കും പുരോഹിതനും വ്യക്തമായി കാണുന്നതിനും കർത്താവിന്റെ പീഡാസഹന ധ്യാനത്തിനും വേണ്ടിയാണ്. അൾത്താര കാൽവരി മലയിൽ ക്രൂശിത രൂപം കാൽവരി മലയിലെ കർത്താവിന്റെ കുരിശുമരണമായി പ്രതിനിധാനം ചെയ്യുന്നു. 1570 റോമൻ ദിവ്യപൂജ ഗ്രന്ഥം അനുസരിച്ച് അൾത്താരയിൽ ഒരു ക്രൂശിത രൂപം ഉണ്ടായിരിക്കണമെന്നും അത് കാർമ്മികനായ പുരോഹിതന്റെ നേർക്ക് തിരിഞ്ഞിരിക്കണമെന്നും നിഷ്കർഷിച്ചിട്ടുണ്ട്. കാൽവരി ബലിയും അൾത്താര ബലിയും തമ്മിലുള്ള അഭേദ്യമായ ബന്ധമാണ് അനാവരണം ചെയ്യുന്നത്. അൾത്താര ബലി കാൽവരി ബലിയുടെ പുനരാവിഷ്കരണമായതുകൊണ്ടാണ് ദിവ്യബലിയിൽ അൾത്താരയെയും ക്രൂശിത രൂപത്തെയും ധൂപിച്ചുകൊണ്ട് ആദരം പ്രകടിപ്പിക്കുന്നത്. കുരിശുരൂപമല്ല, മറിച്ച് ക്രൂശിത രൂപമാണ് വയ്ക്കേണ്ടത്. ഉത്ഥിതനായ യേശുവിന്റെ രൂപമോ കുരിശുരൂപം ഇല്ലാത്ത കുരിശോ ഇതിനു പകരം വയ്ക്കുവാൻ പാടില്ല. മറ്റൊരു അറിവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.